ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബാഹുൽ രമേഷിൻ്റെ തിരക്കഥയിൽ ദിഞ്ചിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്തു വന്ന എക്കോ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ ഇനി നമുക്ക് കുട്ടുസമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ മോഹൻ ബോത്തൻ എന്ന വിനീതിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അയാളുടെ ബൈനോക്കുലറും ബാഗുമെല്ലാം കാണിക്കുമ്പോൾ അവിടെ തന്നെ പിന്നീട് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു പട്ടിക്ക് കൊടുക്കാനായി വെച്ചിരിക്കുന്ന ഫുഡും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട്, സിനിമയുടെ എക്കോ എന്ന പേരിന് പല ഭാഷകളിൽ പല അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ ഈ സിനിമയ്ക്ക് സെലക്ട് ചെയ്തതെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്കൃതത്തിൽ നോക്കുകയാണെങ്കിൽ എക്കോ എന്ന വാക്കിന് ഏക, ഒന്ന് എന്നാണ് അർത്ഥം. ചില പട്ടികൾക്ക് ഒരൊറ്റ മാസ്റ്ററേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് പോലെ. ഇനി അതല്ല, ഈ സിനിമയിൽ വരുന്ന എക്കോ സിസ്റ്റം എന്നുള്ള രീതിയിൽ നോക്കിയാലും ഈ പേര് മാച്ച് ആകുന്നതാണ്. ഇനി അതല്ല, ECHO എക്കോ പ്രതിധ്വനി എന്നുള്ള അർത്ഥത്തിലും ഈ പേര് സിനിമയ്ക്ക് വളരെ പെർഫെക്റ്റ് ആയി തന്നെയാണ് വരുന്നത്. അതായത് മലേഷ്യയിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു റിപ്പീറ്റേഷൻ പോലെ, ഒരു പ്രതിഫലനം പോലെ തന്നെയാണ് പല കാര്യങ്ങളും കേരളത്തിലും നടക്കുന്നതായി ചിത്രത്തിൽ കാണിച്ചിരുന്നത്. അതായത് മലേഷ്യയിൽ വെച്ച് സോയിയെ ഭർത്താവ് തടങ്കലിലാക്കുന്നു, കേരളത്തിൽ വെച്ച് സോയി അല്ലെങ്കിൽ മ്ലാത്തി ചേട്ടത്തി ഭർത്താവായ കുര്യച്ചനെ തടങ്കലിലാക്കുന്നു. സോയി മലേഷ്യയിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പരിസരത്തെങ്ങും അടുത്തെങ്ങും മറ്റു താമസക്കാരൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവൾ താമസിച്ചിരുന്നത്. ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ വന്നതിന് ശേഷവും ആ ഒരു മലയുടെ മുകളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെ കഴിയുന്നത്. ഈ രണ്ടിടത്തും സോയെ കാണാനായി കുര്യച്ചൻ എത്തുന്ന സമയത്തും മ്ലാത്തിച്ചേട്ടത്തിയെ കാണാനായി പിയൂസ് വരുന്ന സമയത്തും ഇവർക്ക് രണ്ടുപേർക്കും പട്ടികൾ കാരണം ആ വീട്ടിലേക്ക് കയറാനാകാത്ത വിധത്തിൽ 2 ദിവസത്തോളം പുറത്തു തന്നെ കഴിയേണ്ടതായി വരുന്നുണ്ട്. മലേഷ്യയിൽ വെച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സോയിയെ പട്ടികൾ വന്ന് കടിച്ചും ചവിട്ടിയും തള്ളിയിടുന്നതായി കാണാം. ഇതിന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ തന്നെയാണ് ഇതുപോലെ തന്നെയുള്ള പട്ടികൾ തന്നെ വന്നുകൊണ്ട് മോഹൻ ബോത്തിനെ കടിച്ചും തള്ളിയിട്ടും മലമുകളിൽ നിന്ന് താഴേക്കിട്ട് കൊല്ലുന്നതായും കാണിക്കുന്നത്. ഇങ്ങനെ സിനിമയിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതെല്ലാം മലേഷ്യയിൽ നടന്നതിന്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ, പ്രതിഫലനം പോലെയാണ് വന്നിരിക്കുന്നതെന്ന് കാണാം. ഇതുകൊണ്ടായിരിക്കാം എക്കോ എന്നുള്ള അർത്ഥത്തിൽ, ഒരു പ്രതിധ്വനി പോലെയുള്ള അർത്ഥത്തിൽ ചിത്രത്തിന് ഈ പേര് കൊടുത്തത്. കൂടാതെ ജപ്പാൻ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ എക്കോ എന്ന വാക്കിന്റെ അർത്ഥം കർമ്മ കൈമാറ്റം എന്നാണ്. അങ്ങനെ നോക്കിയാൽ സോയിക്ക് മലേഷ്യയിൽ വെച്ച് മറ്റൊരാളുടെ തടങ്കലിൽ കഴിയേണ്ടി വരുന്നു. പിന്നീട് കേരളത്തിൽ എത്തിയതിനു ശേഷം മ്ലാത്തി ചേട്ടത്തി അതേപോലെ തന്നെ മറ്റൊരാളെ തടങ്കലിലാക്കുന്നു. കൂടാതെ ഈ ഒരു കർമ്മ കൈമാറ്റം എന്നതിനെ സൂചിപ്പിക്കുന്ന പോലെ കുര്യച്ചന്റെ പല സ്വഭാവങ്ങളും രീതികളുമെല്ലാം നമുക്ക് പിയൂസ് എന്ന ക്യാരക്ടറിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിന്, കുര്യച്ചൻ ഉപയോഗിക്കുന്ന പോലെ അതേ ബാഗല്ല, എന്നിരുന്നാലും അതുമായി സിമിലർ ആകുന്ന ഒരു ബാഗ് തന്നെ ആ രീതികളെല്ലാമുള്ള പിയൂസ് യൂസ് ചെയ്യുന്നതായും കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ കർമ്മ കൈമാറ്റം എന്നുള്ള രീതിയിലും ഈ ഒരു പേര് സിനിമയ്ക്ക് ആപ്റ്റ് ആകുന്നതാണ്. ഇങ്ങനെ പല ഭാഷകളിൽ ഈ പേരിന് സംവിധായകൻ പറഞ്ഞതുപോലെ സിനിമയുമായി ചേരുന്ന വിധത്തിൽ തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടെന്ന് കാണാം. അടുത്തത്, സിനിമയുടെ ഏറ്റവും ഒടുവിലാണ് മ്ലാത്തി ചേട്ടത്തി കുര്യച്ചന് ചോറ് വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു മുളപ്പാത്രം നമ്മളെ എടുത്തു തന്നെ കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പിയൂസ് ആ വീടിന്റെ മുറ്റമെല്ലാം അടിച്ചു വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു മുളപ്പാത്രം കിടക്കുന്നതായും പിയൂസ് അതെടുത്ത് വലിച്ചെറിയുന്നതായും കാണിച്ചിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ ഏറ്റവും ഒടുവിലാണ് കുര്യച്ചൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മ്ലാത്തി ചേട്ടത്തി ബൈനോക്കുലർ വെച്ച് നോക്കുന്നതായി കാണിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ സിനിമയുടെ തുടക്കത്തിൽ പിയൂസ് മുറ്റമെല്ലാം അടിച്ചു വാരിയതിനു ശേഷം കുളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മ്ലാത്തി ചേട്ടത്തി ഇവർ അവസാനമിരിക്കുന്ന ആ ഒരു പാറയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണാം. അത് കുര്യച്ചൻ അവിടെ തടങ്കലിലാണ് എന്നുള്ള അർത്ഥത്തിൽ സന്തോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് മ്ലാത്തി ചേട്ടത്തിയുടെ മകൻ വന്നുകൊണ്ട് അപ്പനെ ഇത്രയും നാളായിട്ട് കാണാത്തത് കൊണ്ട് തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ടാകാം എന്ന് പറയുന്ന സമയത്ത് മ്ലാത്തി ചേട്ടത്തി പെട്ടെന്ന് ആ ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നതായി, അതായത് കുര്യച്ചൻ മരിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ കുര്യച്ചനെ തടങ്കലിലാക്കിയിരിക്കുന്ന ആ ഒരു ദിശയിലേക്ക് നോക്കുന്നതായി കാണാം. ഇങ്ങനെ സിനിമയുടെ അവസാനം മാത്രം വ്യക്തമാക്കുന്ന പല കാര്യങ്ങളുടെയും സൂചനകൾ സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ തന്നു പോകുന്നുണ്ട്. അതേപോലെ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് പിയൂസ് രാത്രിയാകുമ്പോൾ താൻ കിടക്കുന്ന ആ തട്ടിൻപുറത്തിന് മുകളിലുള്ള ഓട് ഇളക്കി മാറ്റി അവിടെ നിന്ന് പുക വലിക്കുന്നതായി കാണാം. എന്നാൽ ഇതിനെല്ലാം മുന്നേ സിനിമയുടെ തുടക്കത്തിൽ പിയൂസ് ആ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ പിയൂസ് ഓടിളക്കി മാറ്റി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. സിനിമ കണ്ടിട്ടുള്ള മിക്ക പ്രേക്ഷകർക്കും തോന്നുന്നൊരു കാര്യമാണ് പിയൂസ് അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മ്ലാത്തി ചേട്ടത്തി കുര്യച്ചന് ചോറ് വെച്ചുകൊണ്ട് ആ ഒരു മുളപ്പാത്രത്തിൽ കൊടുക്കുമ്പോൾ അത് പിയൂസ് കാണാതെ പോയതെന്ന്.
ഇതിനുത്തരം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് പിയൂസ് പുറത്തേക്ക് പോകുമ്പോഴാണ്, ചന്തയിലേക്ക് പോകുന്ന സമയത്താണ് മ്ലാത്തിച്ചേട്ടത്തി കഞ്ഞിക്ക് അരിയിടുന്നതായി കാണിക്കുന്നത്. സോ ഈ സമയത്തായിരിക്കും തീർച്ചയായിട്ടും മ്ലാത്തിച്ചേട്ടത്തി ചോറ് വെച്ചുകൊണ്ട് അത് മുളപ്പാത്രത്തിലാക്കി പട്ടിയുടെ കയ്യിൽ കുരേശനായി കൊടുത്തയക്കുന്നത്. പിയൂസ് ഇങ്ങനെ പോയി വരുന്ന സമയമെല്ലാം കൃത്യമായി മ്ലാത്തിച്ചേട്ടത്തിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഒരിക്കൽ പോലും ആ മുളപ്പാത്രത്തിൽ ചോറുള്ള അവസ്ഥയിൽ പിയൂസ് ഒരിക്കലും അത് കാണാതെ പോയത്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ പിയൂസ് അത് കാണുന്നത് തന്നെക്കുറിച്ചുള്ള സത്യം പിയൂസ് അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മ്ലാത്തിച്ചേട്ടത്തി ഇട്ടത് കൊണ്ടാകും. മലേഷ്യയിലെ കഥ കാണിക്കുന്ന സമയത്ത് പോത്തനെയും കുര്യച്ചനെയും ആ പട്ടികൾ വീട്ടിലേക്ക് കടത്തി വിടാതിരിക്കുന്ന സമയത്ത് പോത്തൻ പറയുന്നുണ്ട്, നോക്കിക്കേ, 2 പട്ടികൾ കൂട്ടം ചേർന്ന് 2 പട്ടികൾ വിങ്ങായി നിന്നുകൊണ്ടാണ് ഇവരെ എതിർക്കുന്നതെന്ന്. സോ ഈ ഒരു കാര്യവും സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു ബൾബ് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ച ശേഷം ബിനു പപ്പു മ്ലാത്തിച്ചേട്ടത്തിയുടെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് ദൂരെയായി 2 പട്ടികൾ ചേർന്നുകൊണ്ടാണ് ബിനു പപ്പുവിനെ ഫോളോ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ മലേഷ്യയിൽ വെച്ച് പോത്തനോടും കുര്യച്ചനോടും യോസിയെ പറയുന്നുണ്ട്, അവർ പരമ്പരാഗതമായി ആ പട്ടികളെ വളർത്തിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു പെൺപട്ടികളുടെ മേൽ പോലും ഇവരുടെ നോട്ടം പോലും ചെല്ലില്ല എന്ന്. കൂടാതെ യോസിയ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് സോയിയെ പട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതികളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോസിയ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പിന്നീട് മ്ലാത്തിച്ചേട്ടത്തി അല്ലെങ്കിൽ സോയിയും കേരളത്തിൽ വെച്ച് ഇങ്ങനെ പട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകും. സോ ഇതുകൊണ്ടാണ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം പോത്തൻ മറ്റൊരു ബ്രീഡിലെ പട്ടിയുമായി ആ നാട്ടിലേക്ക് വന്നതിന് ശേഷവും കുറെ ദിവസം അവിടെ താമസിച്ചിട്ടും ഈ പട്ടികൾ ഒന്നും തന്നെ ഇവർ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്ന പട്ടികളുടെ പരമ്പരയിൽ ഉള്ളതുകൊണ്ട് ആ പട്ടികൾ ഒന്നും തന്നെ ഈ ഒരു ബ്രീഡിന്റെ അടുത്തേക്ക് എത്താത്തത് സിനിമ കണ്ടിട്ടുള്ള മിക്ക പ്രേക്ഷകരും തെറ്റായിട്ട് കരുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സോയിയുടെ വീട്ടിലേക്ക് കയറാനാകാത്ത സമയത്ത് പോത്തനും കുര്യച്ചനും പുറത്തു നിൽക്കുമ്പോൾ ഇവർ മാത്രമുള്ള ആ സീനുകളിൽ എന്തിനാണ് മാസ്റ്റർ പീസ് സിനിമയിലെ പോലെ ഇവർക്ക് മാത്രം അറിയാവുന്ന കള്ളങ്ങൾ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അവർ ആ സമയത്ത് യഥാർത്ഥ കാര്യം സോയെ ഇവർ ചതിച്ച് സ്വന്തമാക്കാൻ വന്നതല്ലേ, ആ കാര്യം മാത്രമല്ലേ പറയേണ്ടിയിരുന്നതെന്ന്. ചിലർ പറയുന്നത് ഇത് സോയി അങ്ങനെ കരുതിയതാകാം എന്നാണ്. അതായത് ഇവർ മറ്റെന്തെല്ലാമോ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞതെങ്കിലും സോയി ആ സമയം ഇങ്ങനെയാണ് ഇവർ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ചതാകാം എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ സിനിമയിൽ കണ്ടത് എന്താണോ അത്തരം കാര്യങ്ങൾ തന്നെയാണ് കുര്യച്ചനും പോത്തനും അവർ മാത്രമുള്ള ആ ഒരു സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അവിടെ തെറ്റൊന്നും സംഭവിച്ചിട്ടുമില്ല. കാരണം ആ സീനൊന്നും മനസ്സിലാക്കി കാണുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നിരുന്നത് ഒരു കള്ളം പറഞ്ഞുകൊണ്ട് സോയിയെ സ്വന്തമാക്കാനാണെന്ന് മനസ്സിലാക്കാം. അതായത് സോയിയുടെ ഭർത്താവ് മരണപ്പെട്ടു എന്നൊരു കള്ള വാർത്ത സോയിയോട് വളരെ സമാധാനത്തിൽ വന്ന് പറയുകയും അവളെ ആശ്വസിപ്പിക്കുകയും മറ്റും ചെയ്യുകയും അതിലൂടെ അവിടെ ഒരു സെന്റിമെന്റ്സ് വർക്കാക്കിയെടുക്കുകയും ആ സെന്റിമെന്റ്സിലൂടെ ഇവളെ കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും രണ്ടുപേരും പങ്കിട്ടെടുക്കുകയും ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ. സോ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടേക്ക് അവർ വന്നിരുന്നത്. ഈ സമയം തന്നെ അവിടെ ഒരു യുദ്ധം നടക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം നടപ്പിലാക്കിയെടുക്കുകയും അതിലൂടെ ഇവളെയും കൊണ്ട് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് പോകണമെന്നുമാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം പട്ടികൾ ഇവരെ അങ്ങോട്ടേക്ക് കടത്തി വിടാതെ വരുന്ന സമയത്ത് ഇവർക്കിടയിൽ നടക്കുന്ന ഒരു തർക്കമാണ് നമ്മൾ അവിടെ കണ്ടത്. ആ തർക്കത്തിനിടയിൽ ഇവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത്. അത് സോയെ കേൾപ്പിക്കാനോ അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേർ കള്ളം പറയുകയല്ല, തർക്കത്തിനിടയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ വന്നിരുന്നത്. അതായത് ഒരാൾ പറയുന്നത്, പോത്തൻ പറയുന്നത് ആ മരണ വാർത്ത ഇവിടെ നിന്നങ്ങ് പറയാമെന്ന് പറയുമ്പോൾ കുര്യച്ചന് അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു സെന്റിമെന്റ്സ് വർക്കാകില്ല എന്നറിയാവുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വിഷമത്തിൽ സോയി അകത്തുപോയി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിലൂടെ അവളെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടും കുര്യച്ചൻ അത് അങ്ങനെയല്ല പറയേണ്ടത്, അതിന്റെ രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അത് വർക്കാകുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് കുര്യച്ചൻ അവിടെ സംസാരിക്കുന്നത്. ഈ സമയം വിനീതിന്റെ ക്യാരക്ടർ വീണ്ടും പറയുന്നത്, ഇവിടെ എത്രയോ പേർ മരണപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അത്തരം ഫോർമാലിറ്റികളൊന്നും നോക്കണ്ട, ജസ്റ്റ് കാര്യം അങ്ങ് പറയുക, പറഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുക, യുദ്ധം നടക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നിങ്ങനെയാണ് പോത്തൻ തീരുമാനിക്കുന്നത്. സോ ആ സമയവും ആ കാര്യം അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ വർക്കാവുകയുള്ളൂ എന്നറിയാവുന്ന കുര്യച്ചൻ അതിനെ എതിർത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു കള്ളം പറഞ്ഞ് ഒരു കാര്യം നേടാനായി വന്നിരിക്കുന്ന രണ്ടുപേർ, അതിലൊരാൾ പല കാരണങ്ങൾ കൊണ്ടും ഏതേലും വിധേന ആ കാര്യം പറഞ്ഞങ്ങ് തീർക്കാം എന്ന് പറയുമ്പോൾ മറ്റേ അങ്ങനെ പറയുകയാണെങ്കിൽ ആ കാര്യം സാധിക്കാൻ പറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ അത് പറയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ആ സമയം അവർക്കിടയിൽ വരുന്ന ഡയലോഗുകളുമാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. അത് വളരെ മനോഹരമായി തന്നെ ബ്രില്യൻ്റ് ആയി തന്നെ ബാഹുൽ രമേശ് എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, സിനിമയുടെ ഇടയ്ക്ക് വെച്ച് ഒരു പട്ടിക്കുഞ്ഞിനെ ഒരാൾ വളർത്താൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തി പറയുന്നുണ്ട്,
കുറ്റം ചെയ്തവരെ തടവിലാക്കുന്നത് പോലെയാണോ സ്വതന്ത്രമായി കഴിയേണ്ട പട്ടികളെ അടച്ചിട്ട് വളർത്തേണ്ടതെന്ന്. സോ ഈ ഒരു കാര്യമാണ് സിനിമയുടെ അവസാന ഭാഗത്ത് വ്യക്തമാക്കുന്നത്. അതായത് മ്ലാത്തിച്ചേട്ടത്തി പട്ടികളെല്ലാം തുറന്നു വിടുമ്പോഴും കുറ്റം ചെയ്തിട്ടുള്ള കുര്യച്ചനെ താൻ തടങ്കലിലാക്കിയിട്ടുണ്ടെന്നും കാണിക്കുന്നു. അടുത്തത് മലേഷ്യയിലെ കഥ കാണിക്കുന്ന സമയത്ത് സോയി കുര്യച്ചനും പോത്തിനും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുര്യച്ചൻ യോസിയ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയും ആ സമയം സോയി ഇല്ല, പട്ടികൾ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ യോസിയ ഫുഡ് കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ആ സമയം തങ്ങളെയും പട്ടികളെ കൂട്ടാണോ യോസിയെ കണ്ടിരിക്കുന്നത് എന്നുള്ള പോലെ, അതായത് ഇവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് യോസിയയും സോയും ആ സമയം ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തങ്ങളെയും പട്ടികളെ പോലെയാണോ കരുതിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഒരു ചെറിയ പരിങ്ങലോടെ ആ ഭക്ഷണം കഴിക്കുന്നതായി നമുക്ക് കാണാം. Yosia? Outside, giving food to dogs. First dog eat, then Yosia eat. സിനിമയുടെ ഇടയ്ക്ക് വെച്ച് പിയൂസിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന നരേന്റെ ക്യാരക്ടർ അത് പാപ്പച്ചനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയം അവിടെ തിയേറ്ററിന്റെ അകത്ത് അവിടെ പേൾവ്യൂ മർഡർ കേസ് എന്നൊരു ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നതായും അതിലെ ഒരു ഡയലോഗും ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിക്കുന്നുണ്ട്. ഇവിടെ പിയൂസിന് കൂടുതൽ കണക്ഷൻ അയാളുമായിട്ടാ. അതായത് ഒരു കൊച്ചുകുട്ടി മുതിർന്ന ആരോടോ തനിക്ക് ഭക്ഷണം മേടിച്ച് തരാമോ എന്ന് ചോദിക്കുകയും അയാൾ മറുപടിയായി ഞാൻ തന്നാൽ നീ എനിക്ക് പകരം എന്ത് തരും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സോ ഇത് കുര്യച്ചന്റെ കയ്യിൽ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും തോട്ടപൊട്ടി മരിച്ച് അനാഥനായി എത്തപ്പെട്ട മണികണ്ഠനെയുമാണ് സൂചിപ്പിക്കുന്നത്. അവനും ഇതുപോലെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ കുര്യച്ചന്റെ അടുത്ത് ഭക്ഷണത്തിനായോ മറ്റോ ചെല്ലുകയും അങ്ങനെ കുര്യച്ചൻ അവന് ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും പകരം അതിന്റെ നന്ദി എന്നോണം കുര്യച്ചന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി സഹായിയായി മണികണ്ഠൻ കൂടെ കൂടുകയും ചെയ്തിരിക്കാം. ഇതുകൊണ്ടാണ് മണികണ്ഠനെ പറ്റി പറയുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിച്ചു പോയത്. കൂടാതെ ഇതേ സീനിൽ തന്നെ മണികണ്ഠനെ കുറിച്ച് നരേന്റെ ക്യാരക്ടർ അറിയുന്നത് പോലീസിലുള്ള തന്റെ ചില ഫ്രണ്ട്സ് വഴിയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ബിനു പപ്പുവിന്റെ മറ്റും ക്യാരക്ടർ ആകാനും സാധ്യതയുണ്ട്. കാരണം സിനിമയുടെ തുടക്കത്തിൽ ബിനു പപ്പുവിന്റെ ക്യാരക്ടർ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് കുര്യച്ചനെ തിരക്കി പോകുന്നത് പാപ്പച്ചനും നരേനും വന്നുകൊണ്ട് പിയൂസിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയും പിയൂസ് അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ബൾബെറിഞ്ഞ് പൊട്ടിച്ച് ബിനു പപ്പുവിന് സൂചന കൊടുത്തതിന് ശേഷമാണ്. സോ ഇതിലൂടെ തന്നെ നരേനും ബിനു പപ്പുവുമായി എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നുവെന്നും സോ ബിനു പപ്പുവിലൂടെ തന്നെയാകാം നരേൻ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുത്തതെന്നും നമുക്ക് അനുമാനിക്കാം. വീട്ടിലേക്ക് വന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ യോസിയ കുര്യച്ചനും പോത്തിനും ഒന്നിച്ച് വീട്ടിൽ നിന്ന് തിരികെ പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയം അവിടെ കുറെ വള്ളങ്ങൾ കിടക്കുന്നതായി കാണാം. പിന്നീട് കുര്യച്ചനും പോത്തിനുമെല്ലാം അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം കുര്യച്ചൻ 2 ദിവസത്തോളം അവിടെ വെയിറ്റ് ചെയ്തു എന്ന് കാണിക്കുമ്പോൾ അവിടെ മഴ പെയ്തതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. സോ ഈ സമയം എത്രത്തോളം മഴ പെയ്തിരുന്നു എന്നെല്ലാം വ്യക്തമാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ കുര്യച്ചൻ അവിടെ നിന്ന് സോയെ വിളിക്കുന്ന സമയത്ത് തൊട്ടടുത്തായി ഒരു മഴവെള്ളം നിറഞ്ഞ് മുങ്ങിപ്പോയിരിക്കുന്നതായി കാണാം. ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് സിനിമയിൽ വന്നിരിക്കുന്ന മിക്ക പ്രധാന കഥാപാത്രങ്ങൾക്കും 2 മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്കെല്ലാം മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെക്കുന്ന ഒരു മുഖം കൂടി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കുര്യച്ചനെ നോക്കുകയാണെങ്കിൽ ചില സീനുകളിൽ അയാൾ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടാണ് വരുന്നതെങ്കിലും മറ്റു പല സീനുകളിലും അയാൾ എത്രത്തോളം ക്രൂരനാണെന്ന് കാണിക്കുന്നുണ്ട്. പിയൂസിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. സിനിമയുടെ ഒരു 3/4% സീനുകളിൽ അവൻ പോസിറ്റീവ് ക്യാരക്ടറായി വരുമ്പോൾ സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവനൊരു വില്ലനായി വരുന്നു. മ്ലാത്തിച്ചേട്ടത്തിയും സിനിമയുടെ അവസാന ഭാഗം വരെ ഒരു നിഷ്കളങ്കയായ സ്ത്രീയായി വരുമ്പോൾ സിനിമയുടെ അവസാനം എത്തുമ്പോഴാണ് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നത്. അശോകന്റെ ക്യാരക്ടറും അയാൾക്ക് ഒന്നും അറിയില്ല എന്നാണ് ആദ്യമെല്ലാം കാണിക്കുന്നതെങ്കിലും സിനിമയുടെ അവസാന ഭാഗത്ത് അയാൾ പല കാര്യങ്ങൾ ഒളിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ബിനു പപ്പുവിന്റെ ക്യാരക്ടർ ആദ്യമെല്ലാം ഒരു ലോറി ഡ്രൈവറായി വരുന്നതും പിന്നീട് യഥാർത്ഥത്തിൽ അയാൾ ഒരു പോലീസുകാരനാണെന്ന് കാണിക്കുന്നതും. നരേന്റെ ക്യാരക്ടറും കുറെ സീനുകളിൽ ചിരിച്ചു കളിച്ചു കിടക്കുന്ന ഒരാളെ പോലെ വരുമ്പോൾ പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറുന്നതായും വളരെ വയലന്റായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ സിനിമയിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക പ്രധാന ക്യാരക്ടറുകളും മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കുന്ന ഒരു മുഖം അവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചു പോകുന്നത്. സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ വരുന്ന ആ ഒരു ഫൈറ്റ് സീനിൽ പിയൂസ് എന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് ഒരു പട്ടിയെ പോലെയാണ്. പട്ടി ചാടി വന്ന് ദേഹത്ത് കയറി കടിച്ച് ആക്രമിക്കുന്നത് പോലെയെല്ലാമാണ് ബിനു പപ്പുമായിട്ടുള്ള ഫൈറ്റ് സീനിൽ പിയൂസ് അയാളെ ആക്രമിക്കുന്നത്.
കൂടാതെ ഒരു ഷോട്ടിൽ പട്ടിയെ പോലെ നാലുകാലിൽ നടക്കുന്നതായും ബിനു പപ്പുവിന്റെ ക്യാരക്ടറിനെ കൊന്നതിന് ശേഷം മുകളിലേക്ക് നോക്കി പട്ടി ഓരിയിടുന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെ കൂവുന്നതായും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ഫൈറ്റിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഒരു പട്ടിയെന്ന പോലെ തന്നെയാണ് കാണിച്ചിരുന്നത്. സിനിമയുടെ തുടക്കത്തിലെല്ലാം മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലുള്ള പട്ടികൾ പിയൂസിനെ അനുസരിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് പിയൂസ് ആരാണെന്നുള്ള സത്യം മ്ലാത്തിച്ചേട്ടത്തി അറിഞ്ഞതിന് ശേഷം പിയൂസ് അങ്ങോട്ടേക്ക് വന്ന് ഒരു പട്ടിയെ തൊടാനായി പോകുമ്പോൾ മ്ലാത്തിച്ചേട്ടത്തിയുടെ ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ആ പട്ടി പിയൂസിന്റെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറുന്നതായി കാണാം. അവസാനത്തേത്, കാറിൽ പാപ്പച്ചനുമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പച്ചൻ ജിം കോർബറ്റിന്റെ ഒരു കഥയുടെ കാര്യം പറയുകയും പെട്ടെന്നാണ് നരേന്റെ ക്യാരക്ടറിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മ്ലാത്തിച്ചേട്ടത്തിയായിരിക്കാം കുര്യച്ചനെ തടങ്കലിലാക്കിയിരിക്കുന്നത് എന്നുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നതായും കാണിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നരേന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് സിനിമയിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നിയത് പാപ്പച്ചൻ ഇവിടെ ജിം കോർബറ്റിന്റെ കഥ പറയുന്നുണ്ട്. ജിം കോർബറ്റ് പലതരം നരഭോജി കടുവകളെയും പീഡിച്ചിട്ടുള്ള ഒരു വേട്ടക്കാരനായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കടുവയെ പിടിക്കാനായി മറ്റും പാറയിടുക്കിലും മറ്റും കയറിയിരിക്കേണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹം ഒരു നരഭോജി കടുവയെ പിടിക്കാനായി ഒരിക്കൽ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയും ആ സമയം വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും എന്നാൽ മഴയിൽ നിന്നും രക്ഷപ്പെടുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളൊന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ലെന്നും എന്നിരുന്നാലും മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ മഴയായതുകൊണ്ട് ഒരുപക്ഷെ കടുവ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയിലോ മരത്തിന്റെ അടിയിലേക്കോ വന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആ കടുവ അദ്ദേഹത്തെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ആ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ആ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് ജിം കോർബറ്റിന് ആ മരത്തിന്റെ മുകളിൽ കുറെ സമയം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ജിം കോർബറ്റ് ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയത് സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ്. എന്നാൽ ആ മഴയെല്ലാം പെയ്തിട്ട് പോലും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ആ മഴയെല്ലാം നനഞ്ഞുകൊണ്ട് അവിടെ വളരെയധികം സമയം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഇതേപോലെ കുര്യച്ചനും സ്വന്തം ഇഷ്ടത്തിൽ ഒരു ഗുഹയുടെ അകത്തേക്കോ മറ്റോ കയറിയിട്ടുണ്ടെങ്കിലും തിരിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങാനാകാത്ത വിധത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്നുള്ള ചിന്തയിലേക്കായിരിക്കാം ജിം കോർബറ്റിന്റെ പേര് കേട്ടപ്പോൾ നരേന്റെ ക്യാരക്ടർ പോയത്. ഇതിലൂടെയാകാം അദ്ദേഹം വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തതും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.